നമുക്കിടയിൽ അത്ര ഒരു ചോദ്യം ഇപ്പോൾ ഉണ്ടാകുന്നില്ല. എന്ത്? നമ്മൾ ആരെങ്കിലും കർത്താവിനോട് ചോദിക്കുന്നുണ്ടോ, കർത്താവേ ഇറ്റേണൽ ലൈഫ്, നിത്യജീവിതത്തിന് ഞാൻ എന്ത് ചെയ്യണം? അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജോലി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം, പരീക്ഷ പാസ്സാകാൻ ഞാൻ എന്ത് ചെയ്യണം, കല്യാണം നടക്കാൻ ഞാൻ എന്ത് ചെയ്യണം, വീട് പണി പൂർത്തിയാകാൻ ഞാൻ എന്ത് ചെയ്യണം, ഈ രോഗമൊന്ന് മാറാൻ ഞാൻ എന്ത് ചെയ്യണം, അതൊക്കെ ചോദിക്കണം ഈശോയോട് നിശ്ചയമായിട്ട്. അതൊന്നും മോശമല്ല. പക്ഷേ ഉപരിയായൊരു ചോദ്യം കിടപ്പുണ്ട്. എന്താ അത്? നിത്യജീവിതം, ഇറ്റേണൽ ലൈഫ് അനുഭവിക്കാൻ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം ഉണ്ടാകണം. നിത്യതയെക്കുറിച്ചൊരു വിചാരം ഉണ്ടാകണമെന്ന്. നിർഭാഗ്യവശാൽ അത്തരം വിചാരങ്ങൾ നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം നമ്മുടെ ഒന്നാമത്തെ പാഠം കർത്താവിൻ്റെ തിരുമുമ്പാകെ ആയിരുന്നു കൊണ്ട് ചോദിക്കേണ്ട ചോദ്യമാണ്, കർത്താവെ നിത്യജീവിതത്തിലേക്ക് ഒരുങ്ങാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഈശോ സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഇടയ്ക്കൊരു തോന്നൽ വരും, നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാണ്, നമുക്കെന്നാ കുറവ് എന്ന ചോദ്യം വരും. ഞാൻ എന്ത് പാപമാണ് ചെയ്യുന്നത്, ഞാൻ എന്താ തെറ്റായിട്ട് ചെയ്യുന്നത്, ഞാൻ എല്ലാം വലിയ കുഴപ്പമില്ലാതൊക്കെ ചെയ്തു പോകുന്നില്ലേ എന്ന ചിന്തയും ചോദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ നിന്ന് കുഞ്ഞെ നിനക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കൺഫ്രണ്ട് ചെയ്യാൻ, ഇങ്ങനെ മുഖാഭിമുഖം നിന്ന് പറഞ്ഞു തരാൻ കർത്താവ് തമ്പുരാനേ പറ്റൂ.